നയൻറ്റീസ് കിഡ് ഇതിലെ ഓർമ്മയുണ്ടോ? ആ 1-ാം ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് ടീച്ചർ ആദ്യം വരപ്പിച്ച ആ രവിവർമ്മ ചിത്രം. സ്ലേറ്റിൽ ചോക്ക് കൊണ്ട് ദാ ആ ഒരു മൂലയ്ക്കൽ, ഒന്നുകിൽ അവിടെ ആയിരിക്കും ആ സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ ഇനി മറ്റൊരു സ്ഥലമുണ്ട്, അതായത് മലകൾ, അത് വരയ്ക്കും. അതിൻ്റെ പിറകിൽ നിന്ന് മെല്ലെ ഉദിച്ചു വരുന്ന ഒരു സൂര്യൻ അല്ലേ? ഇതുപോലെയല്ലേ നിങ്ങളും സൂര്യരശ്മി വരച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ചെറുത് ഒരു വലുത്, ഒരു ചെറുത് ഒരു വലുത്, ഇങ്ങനെയാണത്രേ സൂര്യകിരണങ്ങൾ ഉദിച്ചുയരുന്നത്. അതൊരു അത്ഭുതം തന്നെയാണല്ലേ. എന്നിട്ടിതാ തുടങ്ങുന്നു അടുത്തത്. ചെരിച്ച് ചെരിച്ച് റാ റാ പോലെയുള്ള കുഞ്ഞൻ മലകൾ. ചിലപ്പോൾ ഈ മലകളുടെ പിറകിൽ നിന്നും നമ്മുടെ ഈ സൂര്യൻ ഉദിച്ചു വരാറുണ്ട് അല്ലേ? ശേഷം ദാ ഈ കാണുന്ന വി ബേർഡ്സ് അല്ലേ? അത് ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയ പക്ഷികളുടെ ഒരു കൂട്ടമാണ്. ഇന്നീ ലോകത്ത് അല്ലെങ്കിൽ ഇന്നീ കാലത്ത് ഇതുപോലെ വല്ല ഭാവനയും വിടരുന്നുണ്ടോ? എവിടെ? കാർട്ടൂണിൽ നിന്ന് കണ്ണെടുക്കാൻ നേരമില്ലാത്ത, ഗെയിമുകളിൽ നിന്ന് കണ്ണെടുക്കാൻ നേരമില്ലാത്ത ഒരു ബാല്യമല്ലേ ഇന്നുള്ളത്? ദാ അടുത്തത് ഈ കൂറ്റൻ മരമാണേ. മരത്തിൻ്റെ ശാഖകൾ കണ്ടോ? അവിടെയും ചില വി ഷേപ്പ് കൊടുക്കണം, എന്നാൽ വലിയ വലിയ ശാഖകളിലേക്കാണ് മാറുക. കണ്ടോ? അത് കഴിഞ്ഞതാ നമ്മുടെ കുട്ടി മനുഷ്യൻ. ഈ മനുഷ്യനെ മറക്കാത്ത മനുഷ്യരുണ്ടോ അല്ലേ? നോക്കൂ, എത്ര സിമ്പിളാണ്, എന്നാൽ എല്ലാം ഉണ്ട്. കൈയുണ്ട്, ഉടലുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, തലയുണ്ട് അല്ലേ? അതിനോട് ചേർന്ന് ആ മനുഷ്യനൊരു വീട് നിർബന്ധമാണ്. ഇതുപോലെ വാതിൽ വേണം, ജനൽ വേണം, ജനലെല്ലാം സൈഡിൽ തന്നെ വേണം. പിന്നെ സ്റ്റെപ്പ്, അത് നിർബന്ധമല്ലേ? നോക്കൂ, മിനിമം ഒരു 3 സ്റ്റെപ്പെങ്കിലും കൊടുക്കണം എന്നാ. കണ്ടോ? ഏകദേശം ഇതായിരുന്നില്ലേ അന്ന് നാം വരച്ച കറുത്ത സ്ലേറ്റിലെ ആ വെളുത്ത ചോക്ക് കൊണ്ടുള്ള ആ ചിത്രം അല്ലേ? വെറും ഒരു സ്ലേറ്റിലെ ചിത്രം മാത്രമാണോ ഇത്? എത്ര ഓർമ്മകളാ തന്നിരിക്കുന്നത് അല്ലേ? ഈ ചിത്രത്തെ നമുക്കൊന്ന് കളർ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയാലോ? കയ്യിലുള്ള നിറങ്ങളെല്ലാം ചേർത്ത് ഈ ചിത്രത്തെ കുറച്ചുകൂടി മനോഹരമാക്കാം. നിറങ്ങൾ ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ ഓരോ ഭാഗം ഫില്ലായി വരുമ്പോൾ വാവ് വാവ്, എത്ര ഒരു മനോഹരമായിരുന്നു അന്ന് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം അല്ലേ? ഇന്നൊരുപാട് ചിത്രങ്ങൾ അല്ലാതെ നമ്മൾ കുട്ടികൾ ഫോണിലായിട്ടും കമ്പ്യൂട്ടറിലായിട്ടും ടി വിയിലായിട്ടും കാർട്ടൂണായിട്ടും പല 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 കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് ഈ ചിത്രത്തിനൊന്നും ഒരു ഭംഗിയും കാണില്ലായിരിക്കും. പക്ഷേ നമ്മളുടെ കാലത്ത് നമുക്ക് ഈ ചിത്രങ്ങളെല്ലാം വലിയ രവിവർമ്മ ചിത്രങ്ങളായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തോടൊപ്പം നമ്മൾക്ക് കുറേ ഓർമ്മകളുണ്ട്. നമ്മുടെ കാലത്ത് ടെക്നോളജി ഇല്ലാത്തത് കാരണം നമ്മുടെ മനസ്സിൽ കുറേ ഓർമ്മകളാണ് ബാക്കി. ഈ സ്റ്റിക്ക് മനുഷ്യൻ ഇതുപോലെ നിവർന്നിരിക്കുന്ന കുറച്ച് തലമുടികൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും മനോഹരമായി അല്ലേ? അങ്ങനെ ചിത്രം വരെ പുരോഗമിക്കുന്നു. നിറം ചേർത്ത് ഓരോ ചിത്രത്തിലും കൂടുതൽ ഭംഗി വരുത്തുന്നു. ഇനിയും ഒട്ടേറെ ഓർമ്മകൾ പുതുക്കാൻ, ഇനിയും ഒട്ടേറെ സന്തോഷങ്ങൾ ഓർത്തെടുക്കാൻ ഇതുപോലത്തെ ഓരോ ചിത്രത്തിനും കഴിയട്ടെ എന്ന് മനസ്സിൽ വീണ്ടും കുറിച്ചിടുന്നു. എത്ര സ്നേഹമായിരുന്നു, എത്ര ഐക്യമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു ആ ഒരു ദിവസങ്ങൾ, ആ ഒരു കാലഘട്ടം. ഒരിക്കലും തിരിച്ചു പോവാൻ കഴിയാത്ത മധുരമാർന്ന ആ ഒരു കാലഘട്ടത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. നമ്മുടെ പച്ചമലകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പക്ഷികളെ കൂടി നിറം കൊടുക്കണ്ടേ?
പക്ഷികൾ എങ്ങനെയായാലും കറുപ്പന്നെ അല്ലേ? വളരെ സിമ്പിളായി എത്ര പെട്ടെന്ന ഒരു ചിത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ ഈ പക്ഷികൾ മാറ്റിയത് അല്ലേ? ദാ സൂര്യന് പിന്നെ മഞ്ഞയും ഓറഞ്ചും ചുവപ്പും ഇതെല്ലാം തന്നെ. ഞാനിതാ ഇവിടെ ചെറിയ ചില മേഘങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഈ ചിത്രത്തിനും ഈ പക്ഷികൾക്കും ഒരു കൂട്ടായിക്കോട്ടെ അല്ലേ? വരയ്ക്കാനും സിമ്പിൾ. ദാ ഈ ചിത്രങ്ങളെല്ലാം അന്ന് സ്ലേറ്റിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. സ്ലേറ്റും പെൻസിലും സൂക്ഷിക്കുന്നതായിരുന്നു അന്ന് ഏറ്റവും വലിയ ടാസ്ക്. പൊട്ടുന്ന സ്ലേറ്റെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സ്ലേറ്റ് പൊട്ടി വീട്ടിൽ നിന്ന് അതിനുള്ള അടിയും റെഡിയായിരിക്കും. പെൻസിലിൻ്റെ കാര്യം പറയണോ? തൊട്ടാ പൊട്ടുന്ന പോലത്തെ പെൻസിൽ. പിന്നെ ഫ്രണ്ട്സിന് ഓരോ കഷ്ണം കടം കൊടുക്കൽ, അവരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് കടം മേടിക്കൽ, ഇതും സ്ഥിരം പരിപാടിയായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങളതെല്ലാം? ദാ ഇതുപോലെ കുറച്ച് പുല്ലുകൾ, അതും നിർബന്ധമല്ലേ? വെറുതെ കുറച്ച് വരച്ചു കൊടുത്താൽ എന്താ അല്ലേ? പുല്ലെല്ലാം എത്ര ഭംഗിയായാ നിൽക്കുന്നതെന്ന് നോക്കിയേ. അവിടെ ഇതാ തലയുയർത്തി നിൽക്കുന്ന പുഷ്പങ്ങൾ. ഇത് ആ ചിത്രത്തിൻ്റെ ഭംഗി മാറ്റിയില്ലേ? വീണ്ടും എത്ര മനോഹരമായിരിക്കുന്നു. അങ്ങനെ 90കളിലെ കുട്ടികളുടെ എന്നത്തെയും ചിത്രങ്ങളുടെ ചിത്രശേഖരത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു തുടക്കം ദാ ഈ ചിത്രത്തിലൂടെയും ഇത് അടയാളപ്പെടുത്തുന്ന ഓരോ മനോഹാരിതയിലൂടെയും ആയിരിക്കും.